നമസ്കാരം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യം പുറത്തു വന്നതിനെ തുടർന്ന് പ്രചരിക്കുന്ന വാർത്തകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് CPM ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുമ്പോൾ അതിൽ ഒളിപ്പിച്ചു വെക്കുന്നതും ഭീഷണി തന്നെയാണ്. കുന്നംകുളം മർദ്ദനത്തെ കണ്ട CPM പീച്ചയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇതും അസ്വാഭാവികമായി മാറുന്നു. കുന്നംകുളം സ്റ്റേഷനിലെ സംഭവത്തിന് ഒരു മറുവശം കൂടിയുണ്ടെന്ന് CPM പറയുന്നു. നിരപരാധിയായ യൂത്ത് കോൺഗ്രസുകാരനെ പോലീസ് തല്ലി എന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത. അപരാധിയാണെങ്കിലും തല്ലാൻ പാടില്ല എന്ന തത്വാധിഷ്ഠിത നിലപാട് അംഗീകരിച്ചുകൊണ്ട് തന്നെ സത്യം സത്യമായി പറയേണ്ടതുണ്ട്. TK സുജിത് പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതുൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണെന്ന് CPM പറയുന്നു. പൊതുസ്ഥലത്ത് കൂട്ടം കൂടി മദ്യപിച്ച് ബഹളം വെച്ച 3 പേരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇവരെ ബലമായി ഇറക്കിയ ആളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വാച്ച് ഈ ഘട്ടത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കൂടുതൽ പോലീസ് എത്തിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മറ്റു ചില ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ്. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ TK സുജിത് പോലീസിനെ കയ്യേറ്റം ചെയ്ത് പ്രതികളെ മോചിപ്പിച്ചു എന്ന വാർത്ത നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം ബോധപൂർവ്വം മറച്ചുവെച്ചു. നിരപരാധിയെ പോലീസ് തല്ലി എന്ന പ്രതീതി ജനിപ്പിക്കാനായിരുന്നു ഇത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ളതാണെന്ന് വ്യക്തമാണെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അതായത് സുജിത്തിനെതിരെ ഇനിയും നടപടികൾ വരുമെന്ന ഭീഷണിയാണ് ഇതിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. സുജിത്തിനെതിരെ CPM ഉന്നയിക്കുന്നതും രാഷ്ട്രീയ കേസുകളാണ്. ഇത്തരത്തിൽ കേസിൽപ്പെടുന്നവരെ അപമാനിക്കലാണ്. പോലീസിന്റെ വാച്ച് മോഷണ കുറ്റം പോലും സുജിത്തിനെതിരെ നിലനിൽക്കുമെന്നാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത്. ഇനിയും പ്രതിഷേധം തുടർന്നാൽ മറ്റ് കേസുകളിൽ പൂട്ടുവീഴുമെന്ന ഭീഷണി. എന്നാൽ തൃശൂരിൽ തന്നെ നടന്ന പീച്ചി പോലീസ് മർദ്ദനത്തെ CPM കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പീച്ചി കേസിൽ CPM പ്രതികരണം നടത്താത്തത് എന്നതും വ്യക്തമല്ല. അവിടെ പരാതിക്കാരനെതിരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നതൊന്നും ഇല്ലാത്തത് കൊണ്ടാണത്. അങ്ങനെ തൃശൂരിലെ CPM പീച്ചിയെ മറന്ന് കുന്നംകുളത്തെ വിഷയത്തെ നിസാരവൽക്കരിക്കുകയാണ്. നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുക്കുന്നതിന് എക്കാലവും എതിർത്ത പാരമ്പര്യമാണ് CPM-ന്റേത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 വർഷം മുമ്പുണ്ടായ ലോക്കപ്പ് മർദ്ദനത്തെയും അതേ നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും പോലീസും നടപടി സ്വീകരിച്ചത് സ്വാഗതം ചെയ്യുന്നു. നിയമം പാലിക്കേണ്ടവരും ജനങ്ങൾ നിയമം ലംഘിച്ചാൽ നടപടിയെടുക്കേണ്ടവരുമാണ് പോലീസ്. സേനയിലുള്ളവരുടെ വൈകാരിക നിലപാടുകളും സമീപനങ്ങളും അന്വേഷണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ലെന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് LDF സർക്കാർ വ്യത്യസ്തമാകുന്നതെന്ന് CPM പറയുന്നു. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട്. 9 വർഷമായി രാജ്യത്തെ മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമായി കേരളം മാറിയത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഇടപെടലിലൂടെ തന്നെയാണ്. പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ വലതു രാഷ്ട്രീയ ശക്തികൾ നിരന്തരം ശ്രമിക്കുകയാണ്. തങ്ങളുടെ ഭരണകാലത്ത് നിരപരാധികളെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് പ്രതിപക്ഷത്തെ MLA-മാരെ കള്ളക്കേസുകളിൽ കൊടുക്കുകയും CPM പ്രവർത്തകരെ ഭീകരമർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഒരു ഉദ്യോഗസ്ഥനെതിരെ പോലും അന്ന് നടപടിയെടുത്തിട്ടില്ല എന്നുമാണ് CPM വാദിക്കുന്നത്. PG പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കടവന്ത്ര CI PV രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. രതീഷിനെ സസ്പെൻഡും ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ കുന്നംകുളത്തെ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. രതീഷ് PGSI ആയിരുന്നപ്പോഴായിരുന്നു സംഭവം. നടപടിയെടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. മറുപടി കിട്ടിയാലുടൻ രതീഷിനെതിരെ നടപടിയെടുക്കും. അഡീഷണൽ SP ശശിധരൻ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ്. അഡീഷണൽ SPക്ക് രതീഷ് നൽകിയ മറുപടിയും പുറത്തു വന്നിട്ടുണ്ട്. ദിനേശിനെ വായിൽ ബിരിയാണി കുത്തിക്കയറ്റി കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പരാതി കിട്ടിയതെന്നും ഇതേ തുടർന്നാണ് ഹോട്ടൽ മാനേജറെയും ഡ്രൈവറെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതെന്നും എന്നാൽ താൻ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് രതീഷിന്റെ ന്യായീകരണം. എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ ഈ വാദം പൊളിയുകയായിരുന്നു.